ഒരു സ്വാമിയാണല്ലോ. സഞ്ചാരിയായ ഒരു മുനിവര്യനാണ് വത്സ. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയിരുന്നേ. സൊസൈറ്റിയിൽ പാൽ കൊടുക്കാൻ പോണ വഴിയായിരുന്നു. സ്വാമിനെ മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. സ്വാമി എന്താ വിളിച്ചത്? ഈ ദേഹത്തിന് ദാഹിക്കുന്നു ഉണ്ണി. ഇതേ അപ്പുറത്ത് പൈപ്പ് ഉണ്ടായിരുന്നല്ലോ സ്വാമി. നല്ല വെള്ളമാണ്, ആൾക്കാർ കുടിക്കണുള്ളതാണ്. നതു ബുദ്ധവായ ന ചലനശക്തം. എന്ന് വെച്ചാൽ എണീക്കാനും നടക്കാനും പറ്റുന്നില്ല. അചഞ്ചലം. ഈ ബാബുക്കുട്ട സ്വാമിക്ക് എന്താ ചെയ്തു തരേണ്ടത്? പാത്രം തരാണെങ്കിൽ ഞാൻ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തോണ്ട് തരാം. പാലല്ലേ താങ്കളുടെ പാത്രത്തിൽ? അതെ, പക്ഷെ പച്ചപ്പാലല്ലേ? കുഴപ്പമില്ല മകനെ. എന്നാ പിന്നെ എന്താ കുഴപ്പം? ഇതാ പിടിച്ചോ. നമുക്ക് ഇത്തിരി പുണ്യിരിക്കട്ടല്ലേ സ്വാമി. ഈ പാത്രം ഒന്ന് പിടിക്കൂ. ആ പിടിക്കണോ? പിടിക്കാല. സ്വാമി പാലിലെന്താ കലക്കിയത്? പ്രസാദം കുറച്ച് താങ്കൾക്കും തരട്ടെ. അങ്ങനെ ചോദിച്ചാ കുറച്ച് കൂടി ഒഴിച്ചോളൂ. അയ്യോ, എനിക്കാണ് സ്വാമി. സ്വാമി, ഈ ബാബുക്കുട്ടനെ അനുഗ്രഹിക്കണം സ്വാമി. സ്വാമിയുടെ പേരെന്താ? നമ്മെ ഈ ലൗകിക ലോകം അപൂർണാനന്ദമുനി എന്ന് വിളിക്കുന്നു. അപൂർണം എന്ന് വെച്ചാ? ശൂന്യതയിൽ നിന്നും പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് ബാബുക്കുട്ട അപൂർണത. സ്വാമി യാത്ര ചെയ്യണോ? എങ്ങോട്ടാ സ്വാമി? ചിലപ്പോൾ ഭാവിയിലേക്ക്, ചിലപ്പോൾ ഭൂതത്തിലേക്ക്, ചിലപ്പോൾ മുന്നോട്ട്, ചിലപ്പോൾ പിന്നോട്ട്. എന്താ ഇവിടെ? കൈലാസം നഗ്നപാതനായി കയറിയ ആളാ. ഭയങ്കര ജ്ഞാനിയാ. അത്രയും നേരം സംസ്കൃതത്തിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ധ്യാനത്തിലാ. ബാബുക്കുട്ടനാണ് ആദ്യം കണ്ടത്. ദേ സ്വാമിയുടെ ശിഷ്യസ് സ്വീകരിച്ച് ദാ കാൽക്കിലോട്ട് കിടക്കുകയാണ് ബാബുക്കുട്ടൻ. ഈ സ്വാമി നമ്മുടെ നാട്ടിൽ ഒരു ആശ്രമം പണിയാണെങ്കിൽ ഈ നാട് രക്ഷപ്പെടും. യുവസന്യാസിയാണല്ലോ. എന്തോ ഒരു തേജസ്സുണ്ട്. ഞാനും കുറെ കാലമായിട്ടൊരു ഹിമാലയൻ യാത്ര നടത്താനിരിക്കുക. സ്വാമിക്ക് നമ്മുടെ ഭക്തജന കമ്മിറ്റി വക ഒരു സ്വീകരണവും കൊടുത്ത് ഒരു സത്വജന പ്രഭാഷണവും നടത്താം. എല്ലാം ഞാൻ തന്നെ ഏർപ്പാടാക്കിക്കൊള്ളാം. ആ അല്ല, നട തുറക്കാറായി. ഞാനൊന്ന് തൊഴുതി ചെയ്ഞ്ഞ് വരാം. ഇല്ലയോ? തിരുമേനി, ഹിമാലയത്തിൽ നിന്നൊരു സ്വാമി ഒന്നുണ്ട്. വലിയൊരു സിദ്ധനാന്നാ പറയുന്നത്. കേമായി ഉത്സവത്തിന് കൊടിയേറുന്നുണ്ട് ഇങ്ങനെ ആൾ വരിക എന്ന് വെച്ചാൽ ഐശ്വര്യാണ്. ഇശി വൈകി. നട തുറന്നിട്ട് വിശദമായി ഒന്ന് പരിചയപ്പെടാം. എൻ്റെ ആഞ്ജനയ്യ.
ഓടി വരും നാട്ടുകാരെ, എന്റെ ആഞ്ജനേയ ഭഗവാൻ ഇവിടെ കാണാനില്ല. ഓടി വരും, ഓട് പൊളിഞ്ഞ് കിടക്കുക. ഭഗവാന്റെ ഭദ്രോവിഗ്രഹം ഇവിടെ ഇല്ലെന്ന്. ഓട് പൊളിഞ്ഞ് കിടക്കുക. ഓടി വരും, വിഗ്രഹം മോഷണം പോയിരിക്കണോ? ഓടി വരൂ, ഓടി വരും നാട്ടുകാരെ, ഓടി വരൂ, വിഗ്രഹം മോഷണം പോയിരിക്കണോ? സർ ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ജീവ. എന്തായി അവിടെ? വിഗ്രഹം ഇവിടെ ആൾത്തറയിൽ തന്നെ ഉണ്ട് സർ. നമ്മുടെ തൃക്കണ്ണാപുരത്തെ വിഗ്രഹമോഷണം 3 വർഷമായിട്ട് തെളിയാതെ കിടക്കുക. അതും ഇവൻ തന്നെ ആയിരിക്കും. ചോദിച്ചിട്ട് അവന്റെ തോളെ തന്നെ വെക്കാൻ പറ്റുമോ നോക്ക്. സർ റിക്കവറി വേണ്ടേ? വിഗ്രഹം കിട്ടാതെ എങ്ങനെയാ സർ? കുറച്ചുരുക്കിയ ലോഹം എവിടുന്നേലും സംഘടിപ്പിച്ചാൽ പോരെ? അത് നോക്കാം സർ. റിക്കവറി മഹസർ തയ്യാറാക്കുമ്പോൾ വിഗ്രഹം ഇവന്റെ പൊസഷനിൽ നിന്ന് തന്നെ കയറ്റി എഴുതണം. അതുപോലെ 4-5 വിറ്റ്നസ് കൂടി ചേർത്തോളണം, സ്ട്രോങ് ആയിട്ടുള്ളവരെ. ചെയ്യാം സർ, ചെയ്യാം. മഹസർ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വിളിക്കാം സർ. ഗുഡ് മോർണിംഗ് സർ. എനിക്കാദ്യം കണ്ടപ്പോഴേ ഒരു സംശയം തോന്നിയതാ, ആളൊരു കള്ളസ്വാമിയാണ്. പിന്നെ അന്നേരം ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇനിയിപ്പോ പോലീസുകാർ കൊണ്ടുപോയി പിഴിഞ്ഞെടുത്തോളും. അങ്ങനെ എന്റെ ആഞ്ജനേയ ഭവനെ കൊണ്ടുവന്ന് നിരീച്ച നടക്കൂ. പണ്ടൊരു ഹനുമാൻ ക്ഷേത്രത്തില് ഇതുപോലെ അഭ്യാസം കാണിച്ചുകൊണ്ട് ഒരു കക്ഷി ചെന്നു. ആളെ ആരോ വാലുകൊണ്ട് തൂക്കിയെറിഞ്ഞു എന്നാ കേൾവി. ആളാരാണെന്ന് പറയണ്ടല്ലോ. ആഞ്ജനേയ സ്വാമി. സ്വാമി, രാജാവിൻ്റെയും മന്ത്രിയുടെയും സുന്ദരിയുടെയും കഥ ബാക്കി പറഞ്ഞില്ല. രാജാവും വരും, മന്ത്രിയും വരും. ഓരോ യുഗത്തിൽ നശിക്കേണ്ടതെല്ലാം നശിക്കുകയും അടുത്ത യുഗത്തിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അനന്തം ബ്രഹ്മ. സ്വാമി വേഷത്തിലാ മോഷണം. ഇനി ഇതൊക്കെ കാണണം എന്റെ ഭഗവാൻ. കരികാലമല്ലേ എന്റെ തിരുവേനി. ഇത് നടക്കും, ഇതിനപ്പുറവും നടക്കും. തീകോളം വീഴുമെന്നാ പറയുന്നത് കലിയുഗത്തില്. അല്ല, എങ്ങനെ വീഴാതിരിക്കും? ഇതുപോലുള്ള ആൾക്കാരല്ലേ. സത്യം സത്യം. അല്ല, അവന്റെ പോക്ക് കണ്ടോ? ഇലക്ഷന് ജയിച്ചു പോന്ന പോലില്ലയോ? മെയിൻ്റനൻസ് കേസ് 12/2019, വാദി ചന്ദ്രിക, എതിർകക്ഷി സുഗുണൻ.